നമസ്കാരം. കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഒരു ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉന്നതത്തിൽ ഇരിക്കുന്ന ഒരു 2 പേര് 3 പേരിന്റെ ഒരു ഇടപെടൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വഴങ്ങിക്കൊടുക്കണം എന്ന ബിഗ് ബോസിലോട്ട് കയറി കിടക്കുന്ന പെൺകുട്ടികൾ വഴങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ബിഗ് ബോസിലുള്ള കുറെ മത്സരാർത്ഥികൾ ഇതിനെതിരെ ഈ പറഞ്ഞ പ്രസ്താവനയ്ക്ക് എതിരെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അങ്ങനെ ഉള്ള ആരാണ്, ഇന്ന ആളുടെ പേര് പറയണം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള അനുഭവം ഉണ്ടായ ആരാന്നുള്ള കാര്യം പേര് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ കടന്നു കൊടുത്തിട്ടല്ല ബിഗ് ബോസിൽ പോയതും വിജയിച്ച് വന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അഖിൽമാരാർ അന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എല്ലാവരും എന്നല്ല, ഇതിൽ അങ്ങനെ നടക്കുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല എന്നുള്ളൊരു തന്നെയാണ്. കാരണം ഈ പറഞ്ഞ വ്യക്തികൾക്ക് പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പുള്ളി പറഞ്ഞത് ഒരു ആരോപണമാണ്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാരിന്റെ ഒരു വ്യക്തി താല്പര്യത്തിന്റെ പുറത്ത് ഇത് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് പോലെ നടക്കുന്നുണ്ട് എന്നാണ്. അത് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചിട്ടൊക്കെ ഓരോരോ വാദങ്ങൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പോഴും അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് വിഷയം വന്നാലും അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടസ്റ്റൻസിന്റെ അടുത്തൊക്കെ എല്ലാവരും ചോദിക്കലും പറയലും അല്ല. അപ്പൊ ചിലവർ അതിനെ വളച്ചു തിരിക്കണമുണ്ട്, തിരിച്ചൊടിക്കണമുണ്ട്, മറിച്ചടിക്കണമുണ്ട്. ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രംഗത്ത് വരും, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അങ്ങനെ കുറെ പേര് രംഗത്തും വന്നിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു ഓഡീഷന് പോയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞിട്ട് അവസാനം ഇങ്ങനൊരു ഇതിലോട്ട് ടോക്ക് പോയപ്പോൾ ഒഴിവായി വന്നത് പറഞ്ഞിട്ട് ഒരു ഇൻഫ്ലുവൻസർ പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് സംസാരിക്കേണ്ടിരുന്നത്. ഡയറക്റ്റ് വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു സംസാരിക്കേണ്ടായിരുന്നു. കുറെ പേര് പോസ്റ്റ് ചെയ്ത് ഇടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം നടക്കേണ്ടത് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധയിൽപ്പെടുത്തില്ല. കാരണം ഇങ്ങനൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ എന്നാൽ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ട് പറഞ്ഞിട്ട് കുറെ പേര് രംഗത്ത് വരുന്നുണ്ട്. കാരണം എല്ലാവരും ഇത് പേടിച്ച് നിൽക്കുകയാണ്. പിന്നെ കരിയർ ഇനിയിപ്പോൾ ഇല്ലാതാവുമോ, ഇത് വെളിയിൽ പറഞ്ഞാൽ എന്താണെന്നുള്ളത് കുറെ പേര് പേടിച്ച് നിൽക്കുകയാണ്. മറ്റു ചിലര് ഇന്ന ആളിനെ പറയണം, ആരാണെന്ന് പറയണം, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കും കൂടി അത് ദോഷകരമായിട്ട് മാറും, കാരണം ഞങ്ങളടക്കം അതിൽ കിടന്ന് കൊടുത്തിട്ടാണ് വന്നത് കൊണ്ട് പറഞ്ഞിട്ടാണ് കുറച്ച് പേര് ഇതേപോലെ വരുന്നത്. കാരണം ദിയാസന, പിന്നെ അതിൽ കുറെ പേര് ബിഗ് ബോസിൽ വന്ന കുറെ പേര് ഇതേപോലെ പറയുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ശോഭയെല്ലാം വന്നിട്ട് ആരാണ് പറയണം, ഇത് ശരിയല്ല, അഖിൽമാരാരുടെ ആരോപണം തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ അഖിൽമാരാർ എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞിട്ടില്ല, ചില വ്യക്തികളുടെ താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ സിനിമയിലും അങ്ങനെ തന്നെയാണ്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സാധനമൊക്കെ നിലവിൽ നടക്കുന്നുണ്ട്. അതിന് പുറമെ കുറച്ച് പേര് രംഗത്ത് വരുന്നുണ്ട്, കുറച്ച് പേര് കരിയർ നോക്കിയിട്ട് വെളിയിൽ പറയാതിരിക്കുന്നുണ്ട്. അതും വെച്ചിട്ട് എല്ലാവരും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാനും പറ്റില്ല. അതേപോലെ തന്നെ അഖിൽമാരാറും പറഞ്ഞ പ്രസ്താവന അങ്ങനെയാണ്. അപ്പോ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ഒമർ ലുലുവിനെതിരെ ഒരു ആരോപണം, ഒരു കൂടെ സുഹൃത്തായിരുന്ന, കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാള് ആരോപണമായിട്ട് വന്നിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. ഒമർ ലുലു വർഷങ്ങളായിട്ട് തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട്, അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണമായിട്ട് വന്നിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് പറയുന്നത്. ഈ ഒരു ആരോപണം വന്നതിന് പുറമെ നിലവിൽ ഇപ്പോൾ അഖിൽമാരാറും രംഗത്ത് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു നടി എന്ന് വെച്ചാൽ ഒമർ ലുലുവിന്റെ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നടക്കുന്ന യുവനടി, പുള്ളിക്കായിരിക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അഖിൽമാരാർ പറയുന്നത്, എന്തുകൊണ്ട് ആ നടി ഏതാണെന്ന് പറയുന്നില്ല? കാരണം ഒമർ ലുലുവിന്റെ പടത്തിൽ ഇഷ്ടം പോലെ യുവ പ്രതിഭകൾ, യുവ നടിമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്. ആ ഉണ്ടായിരുന്നതിൽ ഏതുമാവാം, ആരുമാവാം. അപ്പൊ എല്ലാവർക്കും അത് മോശമല്ലേ? എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ്. പിന്നെ ഇത്രയും വർഷം പീഡിപ്പിക്കുകയെന്ന് അറിഞ്ഞിട്ടും അതൊന്നും അപ്പോഴൊന്നും പറയാതെ ഇപ്പൊ വന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്നുള്ളത്. അപ്പൊ തന്നെ മനസ്സിലായി. കാരണം കഴിഞ്ഞ മാസങ്ങളിൽ കുറച്ച് മുമ്പായിട്ട് വിജയ് ബാബു ഇതേപോലെ ഒരു വാഗ്ദാനം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു യുവതി വന്നിട്ടുണ്ടായിരുന്നു. അത് വിജയ് ബാബു സമ്മതിച്ചാണ്. പീഡിപ്പിച്ചതല്ല, ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞങ്ങൾ ഇത് തന്നെയാണ്, അല്ലാതെ
ഒരു ഇതിന്റെ അല്ല. പിന്നെ ഒരു എന്താ പറയാ, ഇതേപോലെയുള്ളൊരു അസ്വാരസം വന്നു വെച്ചാൽ ചിലപ്പോൾ ഒരു വഴക്ക് ഇതായി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള പരാതികളാണ്. അങ്ങനെ വല്ല ഒരു ഇതുണ്ടെങ്കിൽ അത് അന്ന് തന്നെ പറയണമായിരുന്നു. ഇത്രയും സാങ്കേതിക വിദ്യ, ഇത്രയും ഒരു നിയമ സംവിധാനങ്ങളൊക്കെ നമ്മുടെ അവിടെ ഉള്ളപ്പോ ഇത് ഉണ്ടായ സമയത്ത് പറയണമായിരുന്നു. അല്ലാതെ ഇത്രയും വർഷങ്ങൾ എല്ലാം കഴിഞ്ഞിപ്പോ ഒന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു ഏറ്റെടുക്കത്തിന് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും പറഞ്ഞത് നല്ല കാര്യമാണ്. കാരണം എല്ലാവരുടെയും ആ ഒരു അട്ടൻതോലിട്ട ചെന്നായന്റെ ആ രീതിയിലുള്ള മുഖമൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം വേറൊന്നുമില്ല, ഇങ്ങനെയുള്ള മാന്യ നിയമത്തിൽ കൊണ്ടുവന്നാലേ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്താൽ ഞങ്ങളൊന്നും പിടിക്കപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഇതൊരു ഭയം ഉണ്ടാവും. പക്ഷെ എല്ലാം സ്പോട്ടിൽ ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെ വല്ല മോശം പെരുമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ വെളിയിൽ അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പോൾ വന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇതായിട്ടാണ് പറയുക. അപ്പോൾ അഖിൽമാരാർ ഈ ഒരു വിഷയം, ഉമർ ലുലുവിന്റെ വിഷയം വന്നപ്പോൾ അഖിൽമാരാറിനെ എതിർത്ത ശോഭ, പിന്നെ ദിയാസന, ഇവരൊക്കെ കുറച്ച് ടീമുകളുണ്ട്. അവർക്കൊക്കെ ചേർത്തിട്ട് ഒരു മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സംവിധായകൻ ഉമർ ലുലുവിനെതിരെ ഒരു പീഡന പരാതി. ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത്, സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത, ആ കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാണും. പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവനടിമാർ വന്നിട്ടുണ്ട്. ഉമർ ലുലുവിന്റെ പടത്തിൽ തന്നെ എത്രയോ യുവനടിമാർ അഭിനയിച്ചിട്ടുണ്ട്. ഉമർ ലുലുവിന്റെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനടിമാർക്ക് സൈബർ ബുള്ളിങ് കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥിന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന, തന്റെ ഗുരുവായ ഉമർ ലുലുവിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസനയോട് ശോഭാ വിശ്വനാഥിനോട് എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണ് ഉമർ ലുലു പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം. അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരം കാരണം ഒരു യുവനടിമാർക്കും ജീവിക്കാൻ വയ്യുന്നേ. എല്ലാ യുവനടിമാരോടും പോയി എല്ലാവരും ചോദിക്കുക, ഒമർക്ക പീഡിപ്പിച്ച നിങ്ങളെയാണോ? ഒമർക്ക നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ? ഒമർക്ക നിന്നെയാണോ കൊണ്ടുപോയത്? എല്ലാ നടിമാരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ബിഗ് ബോസിലെ മത്സരത്തിലെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ, സ്ത്രീകളെ ഒന്നടങ്കം രക്ഷിക്കണമല്ലോ. അപ്പം ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ. അതുപോലെ ഇക്കയായ ഒമർക്കയോട് ശോഭയൊന്ന് ചോദിക്കണം. ഇക്ക അങ്ങ് പറയൂ, ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവനടിമാരും രക്ഷപ്പെടും. ഒമർക്ക രക്ഷിക്കൂ, ഒമർക്ക സ്ത്രീകളെ അങ്ങ് രക്ഷിക്കൂ. അല്ലെങ്കിൽ ഒമർക്ക ചിലപ്പം ഞങ്ങളെയൊക്കെ ഇനി അടുത്ത സിനിമയിൽ ഒമർക്ക എടുത്തു കഴിഞ്ഞാൽ ഒമർക്ക ഇങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ആൾക്കാർ പറയത്തില്ലേ? അതുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇവരോടല്ല, അതുപോലെ സകല ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ പേര് വെളുത്താൻ പറയണം. നീയൊക്കെ നീയൊക്കെ നാട് മുഴുവൻ നടന്ന് മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, വല്ലവനെ കാശ് മേടിച്ച് എനിക്കെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ, പറയാമെങ്കിൽ പറ. സത്യസന്ധമായിട്ടുള്ള ചോദ്യം, അത് എല്ലാവർക്കും ഒറ്റയടിക്ക് ഒരു എണ്ണാക്കിൽ കൊടുത്ത ഒരു അവസ്ഥയായി. എല്ലാവർക്കും ഉള്ളൊരു മറുപടി ഒറ്റ വീഡിയോയിൽ ആൾ തീർത്തു. 2 മിനിറ്റിന്റെ വീഡിയോയിൽ പുള്ളി തീർത്തിട്ടുണ്ട്. പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള എന്താ പറയാ ഡീറ്റെയിൽസ് എന്ന് തെളിവടക്കം കാണിച്ചിട്ട് അഖിൽമാരാർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആരാണെന്ന് പറ, ആ സ്ത്രീ ആരാണെന്ന് പറ, അല്ലെങ്കിൽ മുകളിലിരിക്കുന്നത് ആരാണെന്ന് പറ, സ്ത്രീ ആരാണെന്ന് പറയാന്ന് പറഞ്ഞിട്ടാണ് കുറെ പേര് അംഗമുണ്ടാക്കിയത്. എന്തുകൊണ്ട് ആ സ്ത്രീകൾക്കെതിരെ സംസാരിച്ച അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാർ ഇതിനോട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനോട് വലിയ ഒരു മുഖം തിരിച്ച് നടക്കുന്നു? അതൊക്കെയാണ് വിഷയം. അതാണ് ഇത്. ഒരു വിഷയത്തിൽ തന്നെ 2 നിലപാട് വരുമ്പോഴുള്ള പ്രശ്നമാണത്. അഖിൽമാരാർ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് അല്ലേ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് പറയുന്നില്ല? പിന്നെ വേറൊന്ന്, ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറ്റം ചെയ്തു എന്നല്ല. കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നത് പോലീസും കോടതിയൊക്കെയാണ്. അതല്ലാതെ ഒരു സംഭവം ആരോപണം ഇങ്ങനെ പീഡിപ്പിച്ചു എന്നിട്ട് ഒരു പെൺകുട്ടി ഒരു ആരോപണം കൊടുക്കും, അത് ശരിയാവണമെന്നും ഇല്ല തെറ്റാവണമെന്നുമില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും, ചില കള്ള കേസൊക്കെ ആയിരിക്കാം. ഇതെല്ലാം തെളിയേണ്ടത് കോടതിയിലാണ്. അതല്ലാതെ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഒരു ആരോപണം വരുമ്പോൾ സ്ത്രീനെ സേഫായിട്ട് നിർത്തിയിട്ട് പുരുഷന് മാത്രം അവന്റെ അഡ്രസ്സ്, അവന്റെ എല്ലാ ജാതകം വരെ അവന്റെ എടുത്ത് പൊക്കുന്ന തരത്തിലുള്ള ഒരു വിഷ്വലൈസേഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അവൻ കോടതിയിൽ തെളിയിക്കണം, അവൻ കുറ്റക്കാരനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സമ്മതിച്ചു, അവന്റെ മുഖം അടക്കം വെളിയിൽ വിടാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഒരു ആരോപണം, ഉമർ ലുലുവിനെതിരെ ആരോപണം, അഖിൽമാരാറിനെതിരെ ആരോപണം, ഈ ആരോപണങ്ങൾ വരുമ്പോൾ
എന്തുകൊണ്ടാണ് ഇവരുടെ ഫോട്ടോ വരുന്നതും പോകുന്ന വീഡിയോ അടക്കം സഹിതം ഈ പറയുന്ന പുരുഷന്മാരുടെ വെളിയിലോട്ട് വിടുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. എന്നാൽ അതൊരു പുരുഷൻ ഒരു സ്ത്രീക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ത്രീനെ സേഫ് ആക്കി ഇര എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നത്? ആണുങ്ങളെന്ന് ഇരയല്ലേ? ഇതേപോലെയുള്ള കള്ളക്കേസുകൾ എത്രണ്ണം കൊടുത്തിട്ട് ഓരോരുത്തരുടെ മുഖം അടക്കം കൊണ്ടുവന്നിട്ട് അവസാനം അവൻ നിരപരാധിയാണ് പറഞ്ഞിട്ട് തിരിച്ചിറക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ഒരു ന്യൂസും റിപ്പോർട്ടറും ഒന്നും കണ്ടിട്ടില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ അഖിൽമാരാർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് 100% യോജിക്കാൻ പറ്റുന്ന തന്നെയാണ്. എവിടെ ഈ സംസാരിക്കുന്നവരൊക്കെ എവിടെ? ഈ പറഞ്ഞ പീഡിപ്പിക്കപ്പെട്ട യുവതി ആരാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലെങ്കിൽ ഒമർ ലുലുവിന് ഇത്രയും പടങ്ങളിൽ അഭിനയിച്ച് ഇത്രയും യുവ നടിമാര് ഇതിൽ പെട്ടുപോകുന്നതല്ലേ? മറ്റുള്ളവർ ഇങ്ങനെയല്ലേ വിചാരിക്കാവോ? നീ അങ്ങനെ പോയിട്ടാണോ ഇങ്ങനെ ആയത്, ഇങ്ങനെ പോയിട്ടാണോ അങ്ങനെ ചോദിക്കുന്നുള്ള കാര്യത്തില് ഷുവറല്ലേ? ബിഗ് ബോസിന്റെ അതേ സെയിം സാധനമല്ലേ ഇവിടെ അപ്പൊ ചോദിക്കുക? എന്തുകൊണ്ട് ആരും ചോദിക്കില്ല, എന്തുകൊണ്ട് പറയുന്നില്ല? എന്തെങ്കിലും ആരുടെ രീതിയിൽ ആരുടെ സൈഡിൽ നിന്നാണ് എന്തെങ്കിലും രീതിയിലുള്ള മോശമായിട്ടുള്ള വല്ല അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോ ഇത് വെളിയിൽ പറയാനും എല്ലാത്തിനും ഇവിടെ നിയമ സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതല്ലാതെ ഇത് പിടിച്ചു മറച്ച് സഹിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നാണ്. ഏത് വലിയവനില്ല ചെറിയവനില്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ മേടിച്ചു കൊടുക്കത്ത തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അപ്പൊ അതിനൊന്നും പേടിച്ച് നിലവിൽ കൊണ്ടുവരണം. അല്ല, ഇപ്പോ ആരോപണം പറയുന്നത് ആര് തന്നെ പറഞ്ഞാലും ആരോപണമാണ്. അത് ശരിക്കും അത് ചെയ്തു എന്ന് പറയുന്നത് കോടതിയും പോലീസൊക്കെയാണ്. അത് അല്ലാതെ ചുമ്മാ കിടന്നിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കും. മറ്റവരെ പറഞ്ഞ സ്ത്രീപക്ഷം നിന്ന് സംസാരിച്ചവരൊന്നും ഈ സ്ത്രീപക്ഷത്ത് വന്ന് സംസാരിക്കുന്നില്ല. എന്നാ പറയണം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അറിയില്ല, ആരാണെന്നുള്ള കാര്യം പറയുന്നില്ല. ഇനി ഇതിന് നെഗറ്റീവായിട്ട് കുറെ പേര് വീഡിയോ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ജെന്യൂനുള്ള കാര്യമല്ലേ? ബിഗ് ബോസിൽ നിങ്ങളത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് അങ്ങനെ കണ്ടുകൂടാ? അപ്പൊ എല്ലാവരും ബാധിക്കുന്ന കാര്യമല്ലേ? ഈ ഒരു സിനിമ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ബാധിക്കുന്ന കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ആര് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും ഒരുത്തൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതിപ്പോ ഏത് കൊമ്പത്തെ ഡയറക്ടർ ആയാലും ഏത് കൊമ്പത്തെ താഴത്ത് നിൽക്കുന്നവനായാലും ശരി, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതിപ്പോ ബിഗ് ബോസ് ഉള്ളവനായാലും സിനിമയിലുള്ളവനായാലും എല്ലാം ശിക്ഷ അനുഭവിക്കണം. പിന്നെ സ്ത്രീപക്ഷത്ത് നിന്ന് അതേ രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭാഗം അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ കൂടി ഒന്ന് ഇടപെടുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ അത് മൊത്തത്തിലുള്ള സ്ത്രീജനങ്ങളെ ബാധിക്കുന്നതാണ്.